STPI കൂടുതൽ കുരുക്കിലേക്ക്. PFI STPI വ്യാജ ഫണ്ടിംഗ് നടന്നതിന് തെളിവുകൾ ശേഖരിച്ച ED. ചാരിറ്റിയുടെ മറവിലാണ് ഇടപാടുകൾ നടത്തിയത്. വിദേശത്തു നിന്നും കോടികളെത്തി. 29 അക്കൗണ്ടുകളിലായി 262 കോടി രൂപയാണ് നിക്ഷേപിച്ചത്. 32 കോടി രൂപ ചെലവഴിച്ചതിനും കണക്കുകളുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്ന വിവരങ്ങളുമായി. ജിജീഷ്, കണക്കുകൾ വെച്ചുകൊണ്ടാണ് ED ഇത് നിരത്തുന്നത്. ഏതായാലും STPIക്ക് കൂടുതൽ കുരുക്ക് മുറുകുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന റെയ്ഡിന്റെ വിശദാംശങ്ങൾ കൂടി ചേർത്താണോ ഇത്? വീണ, കഴിഞ്ഞ ദിവസം വ്യാപകമായി നടത്തിയ റെയ്ഡിന്റെ തുടർച്ചയായി തന്നെ ഉള്ള അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് കാരണം STPIക്കുള്ള മുഴുവൻ സാമ്പത്തിക സഹായങ്ങളും ഇടപാടുകളും എല്ലാം നടത്തിയിരുന്നത് നിരോധിത ഭീകര സംഘടനയായ PFI ആണ് എന്ന് നേരത്തെ തന്നെ വിവിധ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത് സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് കടന്നതും രാജ്യത്താകെ STPIയുടെ ഓഫീസുകളിൽ നടത്തിയ കേരളത്തിലടക്കം STPIയുടെ ഓഫീസുകളിൽ നടത്തിയ റെയ്ഡിൽ നിരവധി ഡീറ്റെയിൽ തെളിവുകളടക്കം പിടിച്ചെടുക്കുകയും ചെയ്തത്. മാത്രമല്ല ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ബാങ്ക് ഇടപാട് വിവരങ്ങളെല്ലാം തന്നെ കണ്ടെത്തുകയും ചെയ്തു. ഇതെല്ലാം പരിശോധിച്ചപ്പോഴാണ് ഇത്രയധികം കോടി രൂപയുടെ സാമ്പത്തിക ഇടപാടുകളും ഒപ്പം തന്നെ വിദേശത്ത് നിന്ന് അനധികൃതമായ ഫണ്ട് വരവും നടന്നു എന്ന് വ്യക്തമായത്. കൃത്യമായി തന്നെ ചാരിറ്റിയുടെ മറവിലാണ് ഈ ഇത്തരത്തിൽ ഫണ്ടുകൾ എത്തിയതെന്ന് വ്യക്തമായിട്ടുണ്ട്. എന്തിനെല്ലാമാണ് പണം ചെലവഴിച്ചത് എന്നതാണ് ഇനി പ്രധാനമായും കണ്ടെത്തേണ്ടത്. മാത്രമല്ല അതിൽ 32 കോടി രൂപ ചെലവഴിച്ചതിന്റെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് വ്യക്തമായിട്ടുണ്ട്. 29 അക്കൗണ്ടുകളിലായിട്ടാണ് പണം നിക്ഷേപിച്ചത്. അങ്ങനെ 262 കോടി രൂപയാണ് നിക്ഷേപിച്ചത്. അത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തിന് മുമ്പ് വലിയ തോതിലാണ് STPIക്കും സാമ്പത്തിക സഹായങ്ങൾ ലഭിച്ചിരുന്നത്. PFIയുടെ ഒരു മുഖം എന്ന നിലയിൽ അല്ലെങ്കിൽ അതിന്റെ ഒരു മറ എന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന STPIയെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ട് കൊണ്ടായിരുന്നു കൃത്യമായി അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നത്. അതിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വിശദമായ അന്വേഷണം ഇപ്പോൾ നടക്കുന്നതും ഒപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസി അടക്കം ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിട്ടുമുണ്ട്.